ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് സമാപിക്കും. ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് നടക്കും. 571 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേനാ വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വിവിധയിടങ്ങളിൽ കടലേറ്റം രൂക്ഷം. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കി മുംബൈ സിറ്റി. ആവേശകരമായ മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ പര്യടനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഹിമാചൽ പ്രദേശിലെത്തി. ഇന്നലെ ഷിംലയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയും മുഖ്യമന്ത്രി സുഖ്വേന്ദർ സിംഗ് സുഖുവും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് രാഷ്ട്രപതി കുഫ്രിയിലെ കാച്ച്മെന്റ് ഏരിയ സന്ദർശിക്കും. നാളെ ധരംശാല കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. മറ്റന്നാൾ ഷിംലയിലെ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. 5ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. നാളെ വരെ പത്രിക പിൻവലിക്കാം. ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ 3 സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പാർട്ടിയുടെ 1 സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 71 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഡൽഹിയിലെ 7 സീറ്റുകളിലേക്ക് ഈ മാസം 25-ന് 6ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കെ ദേശീയ നേതാക്കളും താരപ്രചാരകരും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലും ദാമൻ ദിയുവിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. മുതിർന്ന BJP നേതാവ് അമിത്ഷാ ഇന്നലെ ഗുജറാത്തിൽ പ്രചാരണത്തിനെത്തി. ഛോട്ട ഉദയ്പൂരിലും വാൻസ്ഡയിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ദാമൻ ദിയുവിലും അമിത്ഷാ പ്രചാരണം നടത്തി. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ മൻസുഖ് മാണ്ഡവ്യയും ഗുജറാത്തിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി ആഗ്രയിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ മധ്യപ്രദേശിൽ പ്രചാരണത്തിൽ പങ്കെടുത്തു. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. നാളെ ബർഹാംപൂർ, നബരംഗ്പൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഒഡീഷയിൽ ഈ മാസം 13 മുതൽ 4 ഘട്ടങ്ങളിലായാണ് ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഉത്തർപ്രദേശിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വിദേശ വിദ്വേഷം വെച്ചു പുലർത്തുന്നു എന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടേത് തുറന്ന സമീപനമാണെന്നും വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ളവരെ ഇന്ത്യ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ്ഘടന തകരുകയാണെന്ന ബൈഡന്റെ പ്രസ്താവനയോടും കേന്ദ്ര വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലവിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നിർണായക പങ്കുള്ളതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ കാഴ്ചപ്പാടിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്നും അവർ അഭിപ്രായപ്പെട്ടു. പൂനെയിലെ ഡെക്കാൻ കോളേജ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി സീതാരാമൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേനാ വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. 5 സൈനികർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. പൂഞ്ച് ജില്ലയിലെ സുരാൻകോട്ട് സബ് ഡിവിഷനിലെ ഷാ സത്താർ വനമേഖലയിൽ വെച്ചാണ് ഇന്നലെ വൈകിട്ടോടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ വ്യോമമാർഗം ഉധംപൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനായുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷ. ഇത്തവണ 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമായിട്ടാണ് പരീക്ഷ നടക്കുക. ഫോട്ടോ, ഒപ്പ്, റോൾ നമ്പർ, ബാർകോഡ് എന്നിവ ഉൾപ്പെട്ട അഡ്മിറ്റ് കാർഡുകൾ നിർബന്ധമായും കരുതണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. കേരളത്തിലെ സ്കൂളുകൾ ജൂൺ 3 പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നും ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് പുതുക്കിയ സർക്കുലർ പുറത്തിറക്കി. നേരത്തെയുണ്ടായിരുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തിയതാണ് പുതിയ സർക്കുലർ. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിലുണ്ട്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണം. തിരുവനന്തപുരത്ത് മുതലപ്പൊഴി, പൂന്തുറ ഭാഗങ്ങളിൽ കടലേറ്റം രൂക്ഷമാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിലും കൊല്ലത്ത് കരുനാഗപ്പള്ളി, ഇരവിപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും കടൽക്ഷോഭമുണ്ടായി. തീരത്തോട് ചേർന്ന് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും മത്സ്യബന്ധനം നടത്താൻ പാടില്ല. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കി മുംബൈ സിറ്റി. കൊൽക്കത്തയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ മോഹൻ ബഗാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുംബൈ വിജയ കിരീടം ചൂടിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് മുംബൈ തിരിച്ചടിച്ചത്. മുംബൈ സിറ്റിയുടെ 2ാം ISL കിരീടമാണിത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 4 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 19.3 ഓവറിൽ 147 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു 13.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 23 പന്തിൽ 64 റൺസ് നേടിയ ഡ്യൂപ്ലസി, 27 പന്തിൽ 42 റൺ നേടിയ വിരാട് കോഹ്ലി എന്നിവരുടെ ബാറ്റിംഗാണ് RCBക്ക് കരുത്തായത്. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3:30 മത്സരം. ലക്നൌ സൂപ്പർ ജയൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള 2ാം മത്സരം രാത്രി 7:30 ലക്നൌവിൽ. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ASBC ഏഷ്യൻ അണ്ടർ-22 യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 4 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ പ്രവേശിച്ചു. ആകാശ് ഗൂർഖ, വിശ്വനാഥ് സുരേഷ്, നിഖിൽ, പ്രീത് മാലിക് എന്നിവരാണ് ഫൈനലിൽ ഇടം നേടിയത്. പ്രവാസി ഇന്ത്യക്കാരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ വാരാന്ത്യ ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 100-ലധികം ഇന്ത്യൻ പൌരന്മാർ പങ്കെടുത്തു. ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ പൌരന്മാരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാനാണ് ഓപ്പൺ ഹൌസിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ശിവൻ പറഞ്ഞു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 2023-24 സാമ്പത്തിക വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാരം ഏകദേശം $24 ബില്യൺ പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മകനും കർണാടകയിലെ JDS MLAയുമായ HD രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. യുവതിയെ തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക അതിക്രമം എന്നീ കേസുകളിലാണ് ദേവണ്ണയെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിലെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. ഒഡീഷയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ജയ് നാരായൺ പട്നായിക്കിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന സുചരിത മൊഹന്തി ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി ഫണ്ട് നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. INDI സഖ്യം അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കരാർ സമ്പ്രദായം കരസേനയെ ദുർബലപ്പെടുത്തുമെന്ന് ഇന്നലെ ന്യൂഡൽഹിയിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് സമാപിക്കും. ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് നടക്കും. 571 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ.
ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേനാ വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വിവിധയിടങ്ങളിൽ കടലേറ്റം രൂക്ഷം. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കി മുംബൈ സിറ്റി. ആവേശകരമായ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.